എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗം 3 ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2023 സെലക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് PSCയുടെ, അതായത് PSC എന്നും PSC എന്നാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ന മേഖലകൾക്ക് എന്നും പ്രാധാന്യമാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ആവർത്തിച്ച് വരാറുണ്ട്. കാരണം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും സാധാരണയായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒന്നും PSC ചോദിക്കാറില്ല. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ, അങ്ങനെ ഏരിയകൾ പേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തു പോകുന്നത്. നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് പ്രിലിംസിൽ എത്ര മാർക്കാണ്? 10 മാർക്കാണ് അല്ലേ? പ്രിലിംസിൽ നമുക്ക് 10 മാർക്ക് ഉണ്ട്. മെയിൻസിൽ എത്തുമ്പോൾ നമുക്ക് അവിടെ 20 മാർക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്നാണ്. നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു റാങ്ക് മേക്കിംഗ് തന്നെയാണ് അല്ലേ? നമുക്ക് റാങ്ക് മേക്കിംഗ് ആണ്. കാരണം ഇതിലും നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്താണ്, നമ്മൾ റാങ്ക് മുന്നിലെത്തും. നമ്മൾ വേറെ സബ്ജക്റ്റ് ഒക്കെ നമ്മൾ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് അഫയേഴ്സും അപ്ഡേറ്റ് ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പഠിക്കും. അപ്പോൾ നമ്മൾ ഇത് എവിടെന്നെങ്കിലും കുറെ കറണ്ട് അഫയേഴ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അങ്ങനെയല്ല കേട്ടോ, നമ്മുടെ പേപ്പറിൽ വരുന്ന അതാത് ന്യൂസ് പേപ്പറിൽ വരുന്ന ന്യൂസ് കളക്ട് ചെയ്തിട്ടും പിന്നെ PSC ബുള്ളറ്റിന്റെ ബാക്കിൽ നിന്നും എടുത്തിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള PSCയുടെ എക്സാം ഓഫ് ക്യൂവിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? ഇതിന്റെ രണ്ട് ഭാഗങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഉപകാരപ്പെടുത്തണം കേട്ടോ. ഓക്കെ, എക്സാം ഒക്കെ അടുത്തില്ല. ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റി LGSന്റെ അടുത്ത ഘട്ടം എക്സാം ആയി. ഇനി ഗാന്ധി ബോർഡ് LDയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു. സെക്രട്ടറി എന്താണ് ഡിഗ്രി ലെവൽ എക്സാമുകൾ വരുന്നുണ്ട്. എല്ലാം വരുന്നത് കറണ്ട് അഫയേഴ്സ് അന്നുള്ളത് അപ്ഡേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി എന്ത് ചെയ്യാം, ഇതുപോലെ കുറച്ച് കറണ്ട് അഫയർ ഡെയിലി ആയിട്ട് ഇതിലൊരു മുടക്കവും വരില്ല കേട്ടോ. അപ്പോൾ അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മൗവി ദ്വീപ്. എന്താണ് മൗവി ദ്വീപിന്റെ പ്രത്യേകത? ഇത് അമേരിക്കയില് കാട്ടുതീ നാശം വിതച്ച ദ്വീപാണ്. എവിടെയാണ്? അമേരിക്കയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? കാട്ടുതീ പടർന്നു പിടിച്ചു. ആ കാട്ടുതീ പടർന്നു പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഈ ദ്വീപ് നാശം വിതച്ച ദ്വീപാണ് മൗവി ദ്വീപ്. അമേരിക്കയിലെ കാട്ടുതീ നാശം വിതച്ച ദ്വീപ് ഏതാണ്? മൗവി ദ്വീപ്. ഈ മൗവി ദ്വീപ് ഉൾപ്പെട്ട ദ്വീപ സമൂഹം ഏത് ദ്വീപ സമൂഹത്തിലാണ് മൗവി ദ്വീപ് കിടക്കുന്നത്? ഹവായ് ദ്വീപിലാണ് കേട്ടോ. ഹവായ് കേട്ടിട്ടില്ലേ? ഹവായ് ദ്വീപ്. ഹവായ് ദ്വീപിലാണ് മൗവി ദ്വീപ്. ഹവായ് ദ്വീപ സമൂഹത്തിലാണ് മൗവി ദ്വീപ് ഉൾപ്പെട്ടിരിക്കുന്നത്. പഠിച്ചു. രണ്ടാമത്തേത് രാജസ്ഥാൻ. എന്താണ് രാജസ്ഥാന്റെ പ്രത്യേകത? അന്നപൂർണ. എന്താണ്? അന്നപൂർണ ഫുഡ് പാക്കറ്റ് യോജന. അന്നപൂർണ ഫുഡ് പാക്കറ്റ് യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. 3, ഹോളിഡേ ഹീസ്റ്റ്. എന്താണ് ഹോളിഡേ ഹീസ്റ്റ്? നമ്മുടെ കേരളത്തില് ടൂറിസം വകുപ്പ് വാട്സപ്പ് ഗെയിം ക്യാമ്പയിൻ. കേരളത്തിലെ ടൂറിസം വകുപ്പിന്റെ വാട്സപ്പ് ഗെയിം ക്യാമ്പയിന്റെ പേരാണ് എന്ത്? ഹോളിഡേ ഹീസ്റ്റ്. കേരളത്തിൽ ടൂറിസം വകുപ്പിന്റെ വാട്സപ്പ് ഗെയിം ക്യാമ്പയിൻ ആണ് ഹോളിഡേ ഹീസ്റ്റ്. ബിയാട്രിസ് ലോകത്തിലെ തന്നെയാണ് കേട്ടോ, വേൾഡിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പല വിഭാഗത്തിലും കേട്ടിട്ടുണ്ടല്ലേ. ഇവിടെ എന്താണ് വരുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചർ ആണ് കേട്ടോ. വേൾഡിലെ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചറാണ് ബിയാട്രിസ്. അമൃത് ഭാരത് സ്കീം രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനും അല്ല, തെരഞ്ഞെടുക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളില് നവീകരിക്കാനുള്ള പദ്ധതിയാണ് അമൃത് ഭാരത് സ്കീം. തെരഞ്ഞെടുക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കാനുള്ള സ്കീമാണ് അമൃത് ഭാരത് സ്കീം. എന്താണ്? തൃശ്ശൂർ. അടുത്ത തൃശ്ശൂർ അല്ലേ? നമ്മുടെ കേരള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആകാശപാത. ക്വസ്റ്റ്യൻ ഒക്കെ പ്രതീക്ഷിക്കാതെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ് കേട്ടോ. ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വന്നത് തൃശ്ശൂരിലാണ്. എത്രയാണ് നീളം? 280 മീറ്റർ ആണ് കേട്ടോ. അടുത്തത് ഗീതാ മിത്തൽ, പിന്നെ ആശാ മേനോൻ, ശാലിനി. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഗീതാ മിത്തൽ. എന്താണ് ഗീതാ മിത്തൽ? ആശാ മേനോൻ, ശാലിനി. ഇവർ രണ്ടുപേരും മലയാളികളാണ് കേട്ടോ. ആശാ മേനോനും ശാലിനിയും രണ്ടുപേരും മലയാളികളാണ്. ഗീതാ മിത്തൽ. ഇവർ 3 പേരുടെ പ്രത്യേകത, മണിപ്പൂർ കലാപം അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷയാണ് കേട്ടോ. മണിപ്പൂർ
മണിപ്പൂർ കലാപം അറിയാലോ അല്ലെ, ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. മണിപ്പൂർ കലാപം അന്വേഷിക്കാനായിട്ട് നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷയാണ് ഗീതാ മിത്തൽ. അതിൽ മലയാളികളായ അംഗങ്ങളാണ് ആശാ മേനോനും ശാലിനിയും. ബാംഗ്ലൂർ, very important question. 3D printing എന്താണ്? 3D printing, അതായത് ആദ്യമായിട്ടാണ് ഒരു പോസ്റ്റ് ഓഫീസിൽ 3D printing സിസ്റ്റം വരുന്നത്. 3D printing പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ബാംഗ്ലൂരിലാണ് കേട്ടോ. 3D printing പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. അടുത്തത് കോഴിക്കോട്. കോടഞ്ചേരി പഞ്ചായത്തില്, കോഴിക്കോട് കോടഞ്ചേരി ട്ടോ, കോടഞ്ചേരി പഞ്ചായത്ത് ശ്രദ്ധിക്കണം ട്ടോ. ഏതാണ്? കോടഞ്ചേരി പഞ്ചായത്തിലാണ് രാജ്യത്തെ ആദ്യത്തെ കയാക്കിംഗ് സെന്റർ നിലവിൽ വരുന്നത്. രാജ്യത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ നിലവിൽ വരുന്നത് കോഴിക്കോട് കോടഞ്ചേരി പഞ്ചായത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫി ഹോക്കി കിരീടം നേടിയത്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം ആർക്കാണ്? ഇന്ത്യക്കാണ് കേട്ടോ. നമുക്ക് ഒന്നുകൂടി റിവൈസ് വന്നാൽ ഒന്ന് ഒപ്പം പറഞ്ഞു വരൂ. എന്താണ് മൗവി ദ്വീപ്? അമേരിക്കയിലെ കാട്ടുതീ നാശം വിതച്ച ദ്വീപാണ് മൗവി ദ്വീപ് ഉൾപ്പെട്ട ദ്വീപ സമൂഹം ഹവായി ദ്വീപ്. രാജസ്ഥാൻ അന്നപൂർണ ഫുഡ് പാക്കറ്റ് യോജന ആരംഭിച്ചത് രാജസ്ഥാനിലാണ്. ഹോളിഡേ ഹീസ്റ്റ് കേരളത്തിൽ ടൂറിസം വകുപ്പ് വാട്സ്ആപ്പ് ഗെയിം ക്യാമ്പയിൻ, കേരളത്തിലെ ടൂറിസം വകുപ്പിന്റെ വാട്സ്ആപ്പ് ഗെയിം ക്യാമ്പയിൻ ആണ് ഹോളിഡേ ഹീസ്റ്റ്. ബിയാട്രിസ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചറാണ് ബിയാട്രിസ്. അമൃത് ഭാരത് സ്കീം, തെരഞ്ഞെടുക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അമൃത് ഭാരത് സ്കീം. തൃശ്ശൂർ, നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വരുന്നത് തൃശ്ശൂരിലാണ്. 280 മീറ്റർ ആണ്. ഗീതാ മിത്തൽ, ആശാ മേനോൻ, ശാലിനി. എന്താണ്? മണിപ്പൂർ കലാപം അന്വേഷിക്കാനായിട്ട് നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷയാണ് ഗീതാ മിത്തൽ. അതിൽ മലയാളികളായ 2 അംഗങ്ങളാണ് ആശാ മേനോനും ശാലിനിയും. ബാംഗ്ലൂരിലുള്ള ഒരു പോസ്റ്റ് ഓഫീസ് എന്തായി? 3D പ്രിന്റിംഗ് സിസ്റ്റം കൊണ്ടുവന്ന പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. കോഴിക്കോട് കോടഞ്ചേരി പഞ്ചായത്തിലാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ നിലവിൽ വരുന്നത്. ഇന്ത്യ ഏഷ്യൻ ചാമ്പ്യൻസ് എന്താണ്? ഏത് ട്രോഫിയാണ്? ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫി ഹോക്കി കിരീടം നേടിയത് ഇന്ത്യ. ദേവകി നിലയങ്ങോട് എന്താണ് പ്രത്യേകത? അന്തരിച്ചു ട്ടോ. ദേവകി നിലയങ്ങോട് അന്തരിച്ചു. ഓക്കെ. ഇവരുടെ ആദ്യത്തെ കൃതിയാണ് നഷ്ടബോധങ്ങളില്ലാതെ ഒരു അന്തർജനത്തിന്റെ ആത്മകഥ. നഷ്ടബോധങ്ങളില്ലാതെ ഒരു അന്തർജനത്തിന്റെ ആത്മകഥ. അതാണ് അവരുടെ ആദ്യത്തെ കൃതി. പിന്നെ അവരുടെ മറ്റ് കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാലപ്പകർച്ചകൾ, യാത്ര കാട്ടിലും നാട്ടിലും, വാതിൽ പുറപ്പാട്, ഇതൊക്കെ അവരുടെ മറ്റ് കൃതികളാണ്. ഇന്ത്യയില് അടുത്ത് പഠിക്കാൻ നമ്മൾ ഇന്ത്യ നേരത്തെ പഠിച്ചത് ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫി ഹോക്കി കിരീടം നേടി പറഞ്ഞു അല്ലെ. ഇനി അതേപോലെ 2023 ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ആർക്കാണ്? ഇന്ത്യക്കാണ് കേട്ടോ. ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ഇന്ത്യക്കാണ്. അപ്പോൾ ഹോക്കിയിലും കബഡിയിലും നമ്മുടെ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് കേട്ടോ. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബഹിർഗമനം കുറയ്ക്കാൻ പദ്ധതികൾ നവീകരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബഹിർഗമനം കുറയ്ക്കാൻ. ജെൻസ് സ്റ്റോളൻബർഗ് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആണ്. നാറ്റോ അന്താരാഷ്ട്ര സംഘടന അല്ലെ. നാറ്റോന്റെ സെക്രട്ടറി ജനറൽ ആണ് ജെൻസ് സ്റ്റോളൻബർഗ്. ലിത്വാന എന്ന് പറയുന്നത് രാജ്യമാണ്. നാറ്റോയുടെ ഉച്ചകോടി 2023 നാറ്റോ ഉച്ചകോടി എവിടെയാണ്? ലിത്വാനിയയിലെ വിൽനിയസിലാണ്. 2023 നാറ്റോ ഉച്ചകോടി നടക്കുന്നത്. 2024 നാറ്റോ ഉച്ചകോടിയാണ് വാഷിംഗ്ടൺ DC യിൽ കേട്ടോ. 2023 ലിത്വാനിയയിലെ വിൽനിയസിലും
വാഷിംഗ്ടൺ DC-യിലെ 2024 നാറ്റോ ഉച്ചകോടി. രവീന്ദ്രൻ നായർ ഇവർ അന്തരിച്ചു. രവീന്ദ്രൻ നായറും രണ്ടുപേരും അന്തരിച്ചത് പറഞ്ഞു അല്ലേ? ദേവകി നിലയംകൂടും രവീന്ദ്രൻ നായരും അന്തരിച്ചു. ഇവര് വ്യവസായത്തിലും അതുപോലെ ചലച്ചിത്ര നിർമ്മാണം മെയിൻ ആയിട്ട് എന്താണ്? ചലച്ചിത്ര നിർമ്മാതാവാണ് കേട്ടോ. ചലച്ചിത്ര നിർമ്മാതാവാണ്. ഇദ്ദേഹത്തിന് 2008 JC ഡാനിയേൽ അവാർഡ്. JC ഡാനിയേൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലേ ആ വ്യക്തിയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2008 JC ഡാനിയേൽ അവാർഡ് എന്താണ്? ഇപ്പൊ രവീന്ദ്രൻ നായരെ കുറിച്ചിട്ട് ഒരു 4 ഓപ്ഷൻ പറഞ്ഞാൽ അതിൽ എന്തായാലും ഈ ക്വസ്റ്റ്യൻ വരും അല്ലേ? ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ആണെങ്കിലും ഇതിലുണ്ടാവും. 2008 JC ഡാനിയേൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് രവീന്ദ്രൻ നായർക്ക്. അതായത് ഈ മറ്റേ മമ്മൂട്ടിയുടെ സിനിമയ്ക്കില്ലേ വിധേയൻ, പൊന്തന്മാട, അതൊക്കെ ചലച്ചിത്ര നിർമ്മാതാവ് രവീന്ദ്രൻ നായരാണ് കേട്ടോ. 2008 JC ഡാനിയേൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2023 ഓഗസ്റ്റ് 12 to 18 റാഗിംഗ് വിരുദ്ധ വാരമായിട്ട് ആചരിക്കുന്നു. റാഗിംഗ് വിരുദ്ധ വാരം എപ്പോഴാണ്? 2023 ഓഗസ്റ്റ് 12 to 18. AP കുഞ്ഞിക്കണ്ണനും അന്തരിച്ചു. അപ്പൊ ആരൊക്കെയായി? ദേവകി നിലയങ്ങോട്, AP കുഞ്ഞിക്കണ്ണൻ, പിന്നെയോ രവീന്ദ്രൻ നായർ, 3 പേർ അന്തരിച്ചു. AP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. AP കുഞ്ഞിക്കണ്ണൻ ആരാണ്? മാഹി മലയാള കലാഗ്രാമ സ്ഥാപകൻ. മാഹി മലയാള കലാഗ്രാമ സ്ഥാപകൻ. അടുത്തത് ബൈക്കുളാർ റെയിൽവേ സ്റ്റേഷൻ. എന്താണ് ബൈക്കുളാർ റെയിൽവേ സ്റ്റേഷന്റെ പ്രത്യേകത? യുനെസ്കോയുടെ ഏഷ്യ പസഫിക് കൾച്ചറൽ ഹെറിറ്റേജ് അവാർഡ് നേടിയ റെയിൽവേ സ്റ്റേഷനാണ്. യുനെസ്കോയുടെ ഏഷ്യ പസഫിക് കൾച്ചറൽ ഹെറിറ്റേജ് അവാർഡ് നേടിയ റെയിൽവേ സ്റ്റേഷൻ ഏതാന്ന് ചോദിച്ചാൽ ബൈക്കുളാർ റെയിൽവേ സ്റ്റേഷൻ ആണ്. എവിടെയാണ് ബൈക്കുളാർ റെയിൽവേ സ്റ്റേഷൻ? മുംബൈയിലാണ് കേട്ടോ. ബൈക്കുളാർ റെയിൽവേ സ്റ്റേഷൻ മുംബൈ. എന്തൊക്കെ പഠിച്ചു? ദേവകി നിലയങ്ങോട് അന്തരിച്ചു. ആരാണ്? അവരൊരു സാഹിത്യ കൃതിയല്ലേ? അതിൽ നഷ്ടബോധങ്ങളില്ലാതെ ഒരു അന്തർജനത്തിന്റെ ആത്മകഥ അവരുടെ ആദ്യത്തെ കൃതിയാണ്. പിന്നെ ഏതൊക്കെയാണ് മറ്റു കൃതികൾ പറഞ്ഞത്? യാത്ര, കാട്ടിലും നാട്ടിലും, വാതിൽ പുറപ്പാട്, കാലപ്പകർച്ചകൾ, ഇതൊക്കെ അവരുടെ മറ്റു കൃതികളാണ്. 2023 ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ഇന്ത്യക്കാണ്. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനിലാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബഹിർഗമനം കുറയ്ക്കാനുള്ള പദ്ധതികൾ നവീകരിക്കുന്നത്. ജെൻ സ്റ്റോളൻബർഗ് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആണ്. ജെൻ സ്റ്റോളൻബർഗ്. ലിത്യാന അതൊരു രാജ്യമാണ്. 2023 നാറ്റോ ഉച്ചകോടി നടക്കുന്നത് ലിത്യാനയിലെ വിൽനിയസിലും 2024 ഉച്ചകോടി നടക്കുന്നത് വാഷിംഗ്ടൺ DC-യിലുമാണ്. രവീന്ദ്രൻ നായർ അന്തരിച്ചു. അദ്ദേഹം ഒരു ചലച്ചിത്ര നിർമ്മാതാവ്, വ്യവസായം ഇതൊക്കെ മേഖല കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. 2008 JC ഡാനിയേൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. റാഗിംഗ് വിരുദ്ധ വാരം 2023 ഓഗസ്റ്റ് 12 to 18. AP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. മാഹി മലയാള കലാഗ്രാമ സ്ഥാപകൻ. ബൈക്കുളാർ റെയിൽവേ സ്റ്റേഷനാണ് യുനെസ്കോയുടെ ഏഷ്യ പസഫിക് കൾച്ചറൽ ഹെറിറ്റേജ് അവാർഡ് ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ബൈക്കുളാർ റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലാണ്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലേ? ആ ക്വസ്റ്റ്യൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഈ മേഖലയിൽ നിന്ന് സാധാരണ ഇന്ന് PSC ചോദിക്കാറുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും മുൻപ് ഇതാക്കിയിട്ടുള്ള 2 ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് ചെയ്തു വരുന്നുണ്ട്. നല്ല രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതായത് ഒരു 2 മണിക്കൂറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടുത്തണം. പ്രിലിംസിൽ നമുക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ആ ക്ലാസ് ഒറ്റ ക്ലാസ് മതി കേട്ടോ. അതായത് പ്രിലിംസിന്റെ 10 മാർക്ക് നിങ്ങളുടെ കൈകളിലിരിക്കും. ഓക്കെ, ഇനി നമ്മൾക്ക് അതേപോലെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ട് ഒരു മാരത്തോൺ പോലെ ഇതുവരെ ചോദിച്ചിട്ടുള്ള ഭരണഘടനയിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഉടനെ വരും. തീർച്ചയായിട്ടും പിന്നെ അതിന്റെ കണക്റ്റീവ് ഫാക്ട്സ് ആയിട്ട് നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് ഡിഗ്രി ലെവൽ വരെയുള്ള ഏതാണ് നമുക്ക് ഭരണഘടനയിൽ നിന്നുള്ള എല്ലാ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി കേട്ടോ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കൂടിയിട്ട് താഴെ രേഖപ്പെടുത്തണേ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നല്ല രീതിയിൽ പഠിക്കാം. നമുക്ക് അടുത്ത വർഷം നമുക്ക് സർക്കാർ സർവീസിൽ ഒരു സീറ്റ് നമ്മുടെ കൈകളിലായിരിക്കണം.
ഓക്കെ ആണല്ലോ. നമ്മൾ ആ മനസ്സിൽ നമ്മളെ നെഗറ്റീവ് ആക്കുന്നവരെ ഒന്നും നമ്മളെ നെഗറ്റീവ് ആക്കുന്നവരെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പഠിക്കാനുള്ള എനർജി കിട്ടുക. ആ വ്യക്തികളെ നമ്മൾ ആലോചിക്കുക, നമ്മൾ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു, നമ്മൾ ആ സീറ്റിൽ ഇരിക്കുന്നത് മനസ്സിൽ പിക്ചർ കണ്ടുകൊണ്ട് തന്നെ പഠിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് 10 ആൾക്കെങ്കിലും 10 ആളും വേണ്ട, ഒരാൾക്കെങ്കിലും ആ സർക്കാർ സേവനത്തിലൂടെ ഒരാൾക്കെങ്കിലും നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്തു പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു പിക്ചറൊക്കെ മനസ്സിൽ കണ്ടിട്ട് നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തത് നമുക്ക് അടുത്ത ലക്ഷ്യസ്ഥാനത്ത് എത്തണം പെട്ടെന്ന് തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.